ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുഞ്ഞൻ ചെടിയാട്ടോ. അതാ ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കൂട്ടുകാരെ, ഈ ചെടിയുടെ പേരാണ് സിൽവർ ലേസ് ഫേൺ എന്ന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മറ്റ് പേരുകൾ പറയുന്നുണ്ട്. സ്ലെൻഡർ ബ്രേക്ക് ഫേൺ എന്നും വാൾ ബ്രേക്ക് ഫേൺ എന്നും പിന്നെ ടെർസെൻസി ഫോർമിയ എന്നും പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ എവർ ജെമിയൻസ് എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പേരുകൾ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല എന്ന് നമുക്കറിയത്തില്ല. എന്താണെങ്കിൽ ഈ ചെടിയെക്കുറിച്ച് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ചെടി വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതൊരു വിഷരഹിത ചെടിയാണ്. ഇതുകൂടാതെ തന്നെ ഒരു വെള്ളി കളറാണ് കേട്ടോ. ഈ ചെടിയുടെ ഇലകൾക്കൊക്കെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വെള്ളി കളറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കേട്ട് നോക്കിയാലോ. ഇത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇതിൻ്റെ ഇലകൾ കാണാൻ വളരെ ഭംഗിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വെള്ളി, വെള്ള, പച്ച എന്നീ നിറങ്ങളിലാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ കഴിയുക. ഇതൊരു ഇൻഡോർ ചെടിയാണ് കേട്ടോ. നമുക്ക് വീട്ടിനകത്തൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇൻഡോർ ചെടിയാണ് ഞങ്ങൾ ഈ പറയുന്ന സിൽവർ ലേസ് ഫേൺ എന്ന് പറയുന്ന ഈ ചെടി കേട്ടോ. ഈ ചെടി ഒരു വായുവും പ്രകാശവും ഒക്കെ നമുക്ക് അകത്ത് സമ്മാനിക്കുന്ന ഒരു ചെടി കൂടിയാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡോർ പ്ലാന്റായിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ചെടികളായിരിക്കുമല്ലോ. അപ്പോൾ ഈ ചെടി നമുക്ക് അങ്ങനെ സമ്മാനിക്കുന്ന ഒരു ചെടി കൂടിയാണ്. അതുകൂടാതെ ഈ ചെടി സസ്യപ്രേമികൾ വളരെ ഇഷ്ടമാവും. എന്ന് പറഞ്ഞാൽ ഇതൊരു തിളക്കം കൂടുതലുള്ള ഇലകൾ ഉള്ളതിനാൽ തന്നെ നമ്മൾ ചെടികൾ നടുന്ന ആൾക്കാർക്കൊക്കെ ഈ ചെടി വളരെ ഇഷ്ടമാവും കേട്ടോ. ഇത് സാധാരണയിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു ചെടി കൂടെ അല്ല. അത് സാധാരണ രീതിയിൽ അത് കാണത്തില്ല. അതെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ആരും നട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്കിത് നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ വീഡിയോ ആണ്. അപ്പോൾ അത് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നോക്കിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇത് എവിടെ നടുന്നു അവിടെയായിട്ട് അങ്ങ് പൊരുത്തപ്പെടുകയാണ് സാധാരണ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഓവറായിട്ട് ഈ ചെടി നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിന് ഓവർ നനവൊന്നും ആവശ്യമുള്ള ദിവസമില്ല. ഒരാഴ്ച 2 ആഴ്ചയിലൊരിക്കലൊക്കെ നനച്ചാൽ മതിയാവും. പിന്നെ ഇതിന് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇത് നനവ് കുറയുകയാണെങ്കിൽ ഈ ചെടിയുടെ ഇലകൾ മഞ്ഞ കളറായി മാറും കേട്ടോ. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. ഓവറായിട്ട് നനയാനും പാടില്ല. പിന്നെ ഇതിൻ്റെ നമ്മുടെ ഈ നട്ടിരിക്കുന്ന ചെടിച്ചട്ടിയുടെ മുകൾ ഭാഗം ചെറിയൊരു കട്ടി ഉണ്ടായിരിക്കണം മണ്ണിന്. എന്ന് പറഞ്ഞാൽ ഇത് ഓവറായിട്ട് നനവ് ഇറങ്ങാതിരിക്കാൻ വേണ്ടി. പിന്നെ തണുത്ത പ്രദേശങ്ങൾ, ഓവർ തണുപ്പുള്ള പ്രദേശങ്ങളാണെങ്കിലാണ് ഇതിൻ്റെ ഇലകൾ ചെറുതായിട്ട് കളർ മാറി തവിട്ട് കളറാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കൂട്ടുകാരെ, പിന്നെ ഇത് ഓൺലൈനായിട്ടൊക്കെ ഈ ചെടി സാധാരണ ഇതിൽ കിട്ടുന്നതാണ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഈ ചെടിയുടെ ഒരു വേറൊരു പ്രത്യേകതയല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ചെടി നടുമ്പോഴത്തേക്ക് സൂര്യൻ പ്രകാശം നേരിട്ടടിക്കുന്ന ഒരു സ്ഥലങ്ങളിലും ഈ ചെടി നടാൻ പാടില്ല. പിന്നെ വെളിച്ചം ഒട്ടും കിട്ടാത്ത സ്ഥലങ്ങളിൽ ഈ ചെടി നടാൻ പാടില്ല. അപ്പം നമുക്കിപ്പോൾ ജനലിൻ്റെ സൈഡിലോ ഹാളിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ വെട്ടം കിട്ടുന്ന പ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ വേണം ഈ ചെടി വയ്ക്കേണ്ടത് കേട്ടോ. സൂര്യപ്രകാശത്തിൻ്റെ ചെറിയൊരു ചൂടെങ്കിലും ഇതിന് വേണം. പക്ഷേ ഓവറായിട്ട് നേരിട്ട് സൂര്യപ്രകാശം അടിക്കാൻ പാടില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നല്ല രീതിയിൽ ഇതിനെ പരിപാലിക്കേണ്ടതുണ്ട്. എന്നാൽ ഭയങ്കര രീതിയിലൊരു പരിപാലനം വേണമോ എന്ന് ചോദിച്ചാൽ വേണ്ടതാണ്. ഈ ചെടി 1-2 അടി, 1 അടി അല്ലെങ്കിൽ 2 അടി ആ പൊക്കത്തിലൊക്കെയാണ് സാധാരണ ഈ ചെടി സാധാരണയിൽ വളരുക. പിന്നെ നല്ല രീതിയിലൊക്കെ നമ്മൾ നടുന്ന ഒരു പ്രദേശമായിട്ടൊക്കെ അങ്ങ് ഇത് മിംഗ്ലിങ് ആയി വരികയാണെങ്കിൽ ചെടി കൂടെയൊക്കെ തഴച്ച് വളരും. എന്നാലും ഇത് ഒരുപാട് ഓവറായിട്ട് പൊങ്ങത്തില്ല കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വിഷരഹിതമായ ഒരു ചെടിയാണ്. വളരെ നല്ല ഒരു ആയുർവേദ ചെടി കൂടെയാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. നമ്മൾക്ക് എത്രത്തോളം ശരിയാണെന്നുള്ള അറിയത്തില്ല. ഇത് നമുക്ക് കുടിക്കുന്ന വെള്ളത്തിന് ദാഹ ശമനിയൊക്കെ ആയിട്ട് ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു കേട്ടതാണ് കേട്ടോ. വീഡിയോ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കുറേ നാളുകൾക്ക് മുമ്പ്. അപ്പോൾ അതിൻ്റെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ കിട്ടിയില്ല. എന്തായാലും നിങ്ങളത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ആരെടുത്തെങ്കിലും സെർച്ച് ചെയ്ത് ഒന്ന് തിരക്കി നോക്കുക. അല്ലാതെ ഞാനിവിടെ പറഞ്ഞു എന്ന് പറഞ്ഞ് ആരും ഇതൊന്നും ചെയ്യാൻ പോകരുത്. എന്തായാലും ഇത് വിഷരഹിതമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ചെടി ഇഷ്ടമായോ നിങ്ങൾക്ക് ഗൈസ്? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടെയെന്ന് വെച്ചാൽ, നമ്മുടെ ക്രിസ്തുകിരൺ സ്കൂളുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ക്രിസ്തുകിരൺ സ്കൂളിൽ
ഞാൻ കാണാനിടയായ ഈ ചെടിയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോട് പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.